നമസ്കാരം. എല്ലാവർക്കും മൊയ്തീൻ ഷായുടെയും ഷാവിഷിൻ്റെയും അഭിനന്ദനങ്ങളും ആശംസകളും. ബഹുമാന്യരെ, എന്തൊരു ലോകമാണ്. ഇന്നലെ മലപ്പുറം ഭാഗത്ത് ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ഭാര്യയാണ് അദ്ദേഹം കയറ്റിക്കൊണ്ടത്. അത് യാത്രക്കാരാണ് എന്ന് സംശയിച്ച് തർക്കമുണ്ടാക്കുകയും ഫോട്ടോ എടുക്കുകയും തല്ലുണ്ടാക്കുകയും ഇന്നെന്തിപ്പോൾ ആ ഓട്ടോ ഡ്രൈവർ മരിച്ചു. ഒരു മനുഷ്യ ജീവന് പട്ടിയുടെ പോലും വിലയില്ലാതെ പോലും ഒരു പട്ടിയെ തല്ലിക്കൊന്ന് എത്ര പേര് ഇടപെടും, സർക്കാർ ഏതെല്ലാം നടപടിയെടുക്കും. ഒരു മനുഷ്യ ഇതുപോലെ തല്ലിക്കൊന്നിട്ടുള്ള കേസും കുറ്റാന്വേഷണമൊക്കെ ഒരു സ്ഥലത്തും എത്താതെ പോവുകയാണ്. എന്താണ് നമ്മുടെ രാജ്യത്ത് കാണുന്നത്? ഇത് ലോകാവസാനം ആണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവരാണ്. കാരണം പട്ടിയെ കൊല്ലുന്ന പട്ടിയാവുന്നത്ര വിലയില്ലെന്നേ. രാഷ്ട്രീയക്കാരാണെങ്കിൽ അവരുടെ പാർട്ടി ആൾക്കാർക്ക് മാത്രം സംരക്ഷണം കൊടുക്കുന്നുള്ളൂ, ബാക്കി ആർക്കും ഒരു സംരക്ഷണം കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ഇതൊരു തത്വമുണ്ടല്ലോ, ഒരു പക്ഷത്തെ കൂടുതൽ ചായുമെങ്കിൽ മറ്റു പക്ഷം അത് കൂടുതൽ പൊങ്ങും എന്ന് പറയും പോലെ രാഷ്ട്രീയക്കാർക്കാണ് അഭയം കൊടുക്കുന്നതെങ്കിൽ അപ്പോൾ ഒരു വിഭാഗത്തിന് അതിൻ്റെ തീക്താനുപോണ്ടും. രാജസ്ഥാനിൽ കോൺഗ്രസ്സുകാരെ നിങ്ങൾക്ക് വായിൽ വിരലിടേണ്ട സമയമായി. രാജസ്ഥാനിൽ 1.5 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ അമ്മയുടെയും അച്ഛനെയും സാഹിത്യ പോലീസ് വന്ന് ബൂട്ടിട്ട് പോലീസ് വന്ന് ചവിട്ടി കൊന്നിട്ട് എന്താ അവിടെ ഒരു അക്ഷരം പോലും അവിടെ പ്രതിപക്ഷ പാർട്ടി കോൺഗ്രസ്സാണ്. കോൺഗ്രസ് മിണ്ടുന്നുണ്ടോ ഒരു രക്ഷ പോലും? നിങ്ങൾ അന്തസ്സിലെ നാണം കെട്ട് നിങ്ങൾ വയനാട്ടിൽ വന്ന് ഈ സമുദായത്തെ വോട്ട് വാങ്ങിച്ച് പാർലമെൻറ്റിൽ പോയ പ്രിയങ്ക രാഹുലേ, നിങ്ങൾ എന്തേ അവിടെ പോയി എന്ന് പറയുന്ന അവസാനം CPM-ൻ്റെ ആ വനിത ഒരു കേസിൽ ഒരു അന്വേഷണം ഒരു ഇതില്ല. ഇവിടെയൊക്കെയാണ് എത്ര സമരങ്ങൾ, എത്ര ഹർത്താലുകൾ നടക്കുമായിരുന്നു, എത്ര രൂപ പിരിച്ചു കൊടുക്കാൻ ശ്രമിക്കും. കോൺഗ്രസ് എന്ത് പറ്റി? നിങ്ങൾ മതേതരത്വ നിലപാട് പോയി, സോഷ്യലിസ്റ്റ് നിലപാട് പോയി, നിങ്ങളുടെ ജനാധിപത്യ രീതി ഇവിടെ പോയി. ഇനി നിങ്ങൾക്കെതിരെ കോൺഗ്രസ് അന്ധമായ ഈ ബുദ്ധിശൂന്യക്കെതിരെ വേറൊരു പ്രസ്ഥാനം ഉണ്ടാക്കേണ്ടി വരുന്നു. കോൺഗ്രസ് തന്നെ സോഷ്യലിസ്റ്റിനും, അതായത് കോൺഗ്രസിന്റെ ഈ നെറികെട്ട പ്രവർത്തനത്തിന് ബദലായിട്ട് അതേ കോൺഗ്രസിന് ആവശ്യമുള്ള ജനാധിപത്യത്തിനും മതേതരത്വത്തിനും സോഷ്യലിസത്തിനും ആശയങ്ങൾ മുറുകെ പിടിക്കുന്ന പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കേണ്ടി വരുന്നു. ഇപ്പൊ മഹാന്മാർ ഇന്ത്യയിൽ പലരും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണത്. ഞങ്ങൾക്കതിന് ഭാഗവാക്കാണ്. നിങ്ങളിത് ആലോചിച്ചോ. ഞാൻ പബ്ലിക്കിന് മുമ്പിൽ പറയാണ്, ജാതി മതം ഒന്നും നോക്കില്ല, പാർട്ടി നോക്കില്ല. 1.5 മാസം മാത്രം പ്രായമുള്ള രാജസ്ഥാനിലെ ഒരു തെറ്റക്കുടിയിൽ പോയിട്ട് ഭാര്യയും ഭർത്താവിനെയും അച്ഛനെയും അമ്മയും കുഞ്ഞിനെയും ചവിട്ടിയിൽ കുഞ്ഞ് എത്തുപോയി, മരിച്ചുപോയി. ഒരു പട്ടി കുഞ്ഞെത്ത വേഷം പോലെ അവിടെ കോൺഗ്രസ് ആളുടെ പ്രതിപക്ഷം കോൺഗ്രസ് മിണ്ടില്ല. ഈ കോൺഗ്രസ് എങ്ങനെ നമ്പും? പ്രത്യേകിച്ച് ഇവിടുത്തെ ന്യൂനപക്ഷ പിന്നോക്ക ദളിത് വിഭാഗങ്ങൾ. എന്താടോ രാഹുലേ, എന്താടോ പ്രിയങ്കേ, നിങ്ങൾക്ക് ലജ്ജയില്ലേ? നിങ്ങൾ ഈ മുസ്ലിം ഭൂരിപക്ഷമുള്ള മേഖല വയനാട്ടിൽ നിന്ന് പാർലമെന്റിൽ പോകാൻ കാണിച്ച ആ തിടുക്കും ആ ഇതും എന്തേ ഈ സമുദായം? ഇതൊരു മുസ്ലിം ഫാമിലിയാണ് കേട്ടോ, അതുകൊണ്ട് പറയാം. നിങ്ങളെ മിണ്ടാത്തത് അങ്ങനെ കാണുന്നിടത്ത് തൊടുന്നിടത്തല്ല യാതൊരു തത്വരക്ഷയില്ലാതെ പ്രതിപക്ഷ ബഹുമാനം കാണിക്കാതെ പ്രതിപക്ഷ ശക്തി കാണിക്കാതെ കോൺഗ്രസ് എത്ര നാൾ ഇന്ത്യയിൽ നിൽക്കും? എങ്ങനെ നിങ്ങൾ ഇനി BJP ഗവൺമെന്റ് താഴെ ഇറക്കും? ഇപ്പൊ കേരളത്തിൽ ഭരിക്കാൻ പോണ്. കേരളം 40% മുസ്ലിങ്ങൾ, അവർ വോട്ടുകൾക്ക് ആവശ്യമാണ്. അവിടെ നിങ്ങൾ കോൺഗ്രസ് അവിടെ BJPക്കാരെന്നും പറയില്ല. കാരണം KPCCയുടെ ആ മഹാൻ പറഞ്ഞറിയോ, ബാബരി മസ്ജിദിനെ കുറിച്ച് ചോദിച്ചപ്പോഴ് ആ മഹാൻ പറഞ്ഞത് അതൊക്കെ ജാമുവിൻ്റെ കാലത്തുള്ള എൻ്റെ സുധാകര, നിങ്ങൾക്ക് മനുഷ്യനാണോ? 10-25 വർഷമല്ലേ ഉള്ളൂ. ജാമുവിൻ്റെ കാലം 20 വർഷം വരെ എന്താ ബന്ധമുള്ളത്? നിങ്ങൾ വിവരമില്ല എന്ന് മനസ്സിലായി. അത് നിങ്ങൾ ഇങ്ങനെയൊക്കെ മണ്ടത്തരം പറഞ്ഞാലോ ഈ പ്രസ്ഥാനത്തെ നിങ്ങൾ നശിപ്പിച്ചടങ്ങുള്ളൂ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രതിപക്ഷ പാർട്ടിയെ നിങ്ങൾ നശിപ്പിച്ചടങ്ങുന്നത് അങ്ങോട്ട് ശപഥം ചെയ്തിരിക്കുകയാണ്. വീണ്ടും അയാൾ മാറ്റാൻ പറ്റില്ല, വീണ്ടും അയാൾ തന്നെ ആകണം ഒരു വിഭാഗം. കഷായം കുടിക്കും മക്കളെ, നിങ്ങൾ കഷായം കുടിക്കും. എനിക്ക് പറയാനുള്ളതാണ്,
നിങ്ങളിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ്, ഒരു മതേതരത്വ സ്വഭാവം, ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതി, ഒരു ജനാധിപത്യ സമ്പ്രദായം ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് എന്താ ഭരിക്കുന്ന കക്ഷികൾ നിങ്ങൾ കോടാനുകോടി രൂപയുടെ ആനുകൂല്യം കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഭരിച്ചില്ല എന്താ കുഴപ്പം? ഭരണത്തേക്കാൾ കൂടുതൽ ആനുകൂല്യം കിട്ടുന്നുണ്ട്. അതല്ല യു പിയിൽ ഡൽഹിയിൽ കണ്ടത്. രണ്ടു കൂട്ടരും കൊടുത്ത് കൈ നിറച്ച് അറിഞ്ഞുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിയും ഈ കോൺഗ്രസും കൂടി BJP ചാൻസ് കൊടുത്ത്. നിങ്ങൾക്ക് എന്താ വേണ്ട? നിങ്ങൾ ഭരിച്ചാൽ കിട്ടുന്ന 100 കോടിയാണെങ്കിൽ 1000 കോടി തരാന്നേ. എത്ര 1000 കോടി രൂപയാണ് 500 നോട്ട് പ്രിന്റ് ചെയ്തിട്ട് റിസർവ് ബാങ്കിൽ എത്തിയില്ല എന്ന് ഒരു മാസങ്ങൾക്ക് ശേഷം ഒരാൾ എഴുതി ചോദിച്ചപ്പോൾ പറഞ്ഞാൽ എത്തിയിട്ടില്ല. അത് വല്ല ചോദ്യമുണ്ടോ? വല്ല കണ്ടുണ്ടോ? പിന്നെ മുദ്ര തുറമുഖം എന്താണ് നമ്മുടെ ഗുജറാത്തിലെ തുറമുഖത്ത്, അതായത് തുറമുഖത്ത് വന്നപ്പോഴേ എത്ര ലക്ഷം കോടി രൂപയുടെ ഹെറോയിൻ മയക്കുമരുന്ന് അതിവിടെ പോയി. ഇപ്പം നിങ്ങൾ എന്തൊരു ആവേശം കാണിക്കുന്നത്. STPIയുടെ ഏതൊക്കെ പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്ത് രാഷ്ട്രീയ പാർട്ടിയില്ലേ, ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിലൊക്കെ റെയ്ഡ് ചെയ്യുമ്പോഴേ നിങ്ങൾ എത്ര ആത്മാർത്ഥമായിട്ട് എത്ര ധൃതിയാണ് പിടിക്കുന്നത്. ഇതൊക്കെ എവിടെ പോകാത്ത എന്താണ്? ഇപ്പോൾ സുരേന്ദ്രൻ കൊണ്ടുവരിലൂടെ എത്ര കോടി കൊണ്ടത്, അതിനെക്കുറിച്ച് അന്വേഷിക്കാത്ത എന്താണ്? 400 കോടി കൊണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ അന്ധമായ വിരോധം വെച്ച് പോയില്ലേ, അത് നിങ്ങളുടെ നാശത്തിന് കലാശിക്കുള്ളൂ. അതാണ് സംഗതി. ഞാൻ ആദ്യമേ ഇത് പറഞ്ഞോളൂ, ഞാൻ പറയാൻ വന്ന വിഷയം തെറ്റാണ്. അതായത് സയ്യിദ് ഐദലി ശിഹാബ് തങ്ങളുടെ ചരമ വാർഷികത്തിൻ്റെ ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം. അതുപോലെ മണി, നമ്മുടെ സിനിമയുടെ മണിയൊക്കെ ഒരു മനുഷ്യത്വമുള്ള ശക്തിയുള്ള ആളായത്. മണി അന്നത്തെ രീതിയിൽ കുന്നത്താട് നിയോജകമണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായിട്ട് വരികയും മണി ജയിക്കുകയും ജയിച്ച മണിയെ മന്ത്രിയാക്കുകയും ചെയ്താൽ മന്ത്രിയെ മണിയെ പിടിച്ചാൽ ഒരു സവർണ ലോബിക്കും കിട്ടില്ല. അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹം തകർത്ത് കളഞ്ഞത്, തട്ടിക്കളഞ്ഞത്. എത്ര ആഴത്തിലാണ് ആ തട്ടികളെ കൂടി പറഞ്ഞിട്ടില്ല. അയാൾ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി ഉത്തരം കണ്ടുപിടിച്ച ഒരു പോലീസ് ഓഫീസർ ട്രിവാൻഡ്രത്ത് പോയി കാണാൻ പോയി അയാൾ ഇപ്പോഴത്തെ BJP RS അനുഭാവിയുള്ള ആളാണ്. അയാളെ കാണിച്ചു പിന്നെ കേസ് തേഞ്ഞു വാങ്ങി പോയി. ഇവന് ചോദ്യം ഉണ്ടായില്ല. മണി ധീരൻ. ഇതാണെങ്കിൽ മണി അഭിനയിച്ച സിനിമയിലേക്ക് അത് പുള്ളി ജീവിക്കായിരുന്നു. ഒന്നാമത് ദളിത്, നല്ല കറുന്ന ദളിത്, ദേശീയതയുള്ള ആള്, പാവപ്പെട്ട അനുഭവമുള്ള ആള് തട്ടിക്കളഞ്ഞ് എത്തിക്കില്ല. അവർക്ക് ഇതേ വരുമെന്ന് വരുന്നവർ അടുത്ത് ഒപ്പം എത്താൻ പോയിട്ട് അടുത്ത് വരാൻ പോലും സമ്മതിക്കില്ല. അങ്ങനെ എത്ര ഉദാഹരണങ്ങളുണ്ട്. ഞാൻ എൻ്റെ കാര്യം ഞാൻ പറയാമല്ലോ. മൊയ്തീൻ ഷാ, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇന്ത്യയിൽ കാശ്മീരും മുസ്ലിം ലീഗ് ഒഴിച്ച് അങ്ങനെയുള്ള ചില മുസ്ലിം ഒഴിച്ച് ബാക്കി ഒരു പാർട്ടിയിലും സംസ്ഥാന പ്രസിഡന്റ് മുസ്ലിം ഇല്ല, ഇപ്പോഴും ഇല്ല. അല്ല മുഖ്യമന്ത്രി അങ്ങനെ ഇരിക്കുമ്പോൾ ലാലു പ്രസാദ് യാദവ് എന്ന് വെച്ചാൽ അന്ന് ശക്തരായ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ്. അന്ന് ലാലു കിരീടബൈക രാജാവാണ്. അത് അങ്ങനെ സാന്ദർഭികമായിട്ട് കിട്ടി. മൊയ്തീൻ ഷാ പ്രസിഡന്റായി. ഞാനാണെങ്കിൽ ഉള്ള രീതി വെച്ച് ശക്തമായ പ്രവർത്തനം, നിരന്തരമായ പ്രചരണം. ഇത് കണ്ട് ഹാലളിയിട്ട് എന്നെ അത് മാറ്റാൻ വേണ്ടി എത്ര സന്നാഹം നടത്തിയറിയോ. പക്ഷേ ദൈവം വലിയവനാണ്, അള്ളാഹു വലിയവനാണ്. അതുകൊണ്ട് ആ സന്നാഹത്തിൽ മാറ്റിയെങ്കിലും ഇന്ന് ഞാൻ ഫീൽഡിൽ നിൽക്കണം, ഔട്ടായിട്ടില്ല. ചില ദിവസങ്ങൾക്കിൽ ഒരു വലിയ തീരുമാനം എടുക്കുകയും ചെയ്യും. അത് നിങ്ങൾ പിന്നീട് പറയും. അപ്പോൾ അതൊക്കെയാണ് സംഘയുടെ കാര്യം. പിന്നെ ഞാൻ പറയുന്നത് ഈ നോമ്പ് കാലമാണല്ലോ. അപ്പോൾ മുസ്ലിങ്ങളോട് പ്രത്യേകം പറയുന്നത്, ഇന്നലെ ഒരു ചാനൽ പരസ്യം കൊടുത്തേക്കാണ്. ഒരു 45 വിഭവങ്ങളായിട്ട് 450 രൂപ റേറ്റ്. ഒരു മനുഷ്യൻ എത്ര ഭക്ഷണം കഴിക്കാൻ പറ്റും? ഒരു 4-5 തരം കറികൾ, ഒരു പിടി ചോറ്. ഇത് അവരൊക്കെ രീതിയാണ്. മനുഷ്യൻ തിന്നാൻ വേണ്ടി മാത്രമാണ് ജീവിക്കുന്നതാണ്. തിന്നാൻ വേണ്ടിയല്ല നമ്മൾ ജീവിക്കുന്നത്, ജീവിക്കാൻ വേണ്ടി തിന്നുന്നത്. നിങ്ങളുടെ ആ ഭക്ഷണ വിതരണം കൊണ്ടാണ് ആശുപത്രി പോയി നോക്കി. ഈ താത്താമാരും കാക്കാമാരും അധികം രോഗികൾ ഒക്കെ തീർന്ന് ഭക്ഷണക്കൂടുണ്ട്. ഈ ലോകത്ത് രോഗം വരുന്നത് 2 കാരണം കൊണ്ടാണ്. ഒന്ന് ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട്, മറ്റൊന്ന് ആവശ്യത്തിലധികം ഭക്ഷണം കഴിക്കുന്നുണ്ട്. ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാത്തതാണെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ച പ്രശ്നം തീരും. പോണി നല്ല ചെടി പെട്ടെന്ന് വളരും. പക്ഷെ വെള്ളത്തിൽ ചെടിയാണല്ലോ, അത് ചീഞ്ഞു പോകും. അതുപോലെയാണ് ഭക്ഷണത്തിൻ്റെ കുറവുകൊണ്ട് വേഗം അത് പരിഹരിക്കാം. ഭക്ഷണം കൂടിയാലോ
ഇന്ന് നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് നോക്ക്, സമ്പത്തുള്ള കാക്കന്മാരും സ്ത്രീകൾ, മുസ്ലിം സ്ത്രീകളോട് അധികം പേരും അവിടെ ഹോസ്പിറ്റലിൽ, ലിസി ഹോസ്പിറ്റലിൽ ഇവിടെ ജോലിക്ക് കഴിഞ്ഞാൽ എല്ലാം തലയിൽ തട്ടിട്ട് താത്താനും പറഞ്ഞിട്ട് താത്തന്മാരെ ഇന്ന് അങ്ങോട്ട് ഇത് ഒരു വ്യായാമം ചെയ്യില്ല, വീട്ടിൽ പുറത്തിറങ്ങിയില്ല, ഇറക്കി അത്ര കയ്യും കാലും മൂടി മൃഗങ്ങളെ പാടത്തോട് കൊണ്ടുപോകും പോലെയാണ്. അങ്ങനെയല്ല, കുറച്ചൊക്കെ സ്വതന്ത്രമായി ചിന്തിക്കുക. മനുഷ്യന് ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാവൂ. നിങ്ങൾ എന്ത് വിശ്വാസിയാണ്? പ്രവാചകൻ എന്താണോ പറഞ്ഞത്? ഞാൻ മുസ്ലിം സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ചോദിക്കുകയാണ്, പ്രവാചകൻ എന്താ പറഞ്ഞിരിക്കുന്നത്? 1/3 വയറിൽ ഭക്ഷണം, 1/3 വയറിൽ വെള്ളം, 1/3 കാലി റിസർവായിട്ട് വയ്ക്കണം. നിങ്ങൾ ഹജ്ജിനൊക്കെ പോകുന്ന ആൾക്കാരുണ്ടോ? അപ്പോൾ കല്ലെറിയാൻ വരുമ്പോൾ തിരക്ക് ഒഴിവാക്കേണ്ടി കുറേ സ്ഥലം റിസർവ് വെച്ചിട്ടുണ്ടോ? പണ്ടതുണ്ടായില്ല, ഇപ്പോൾ റിസർവ് ഉണ്ട്. 10,000-5000 പേര് കൊന്നാൽ റിസർവിൽ കയറ്റി കൊടുത്തു. അപ്പോൾ വീഡിയോ ആവില്ല, മരിക്കില്ല. ആ തത്വം പഠിക്കുന്ന നിങ്ങൾ തിന്ന് ചേർത്ത്, കാരണം 40 തരം ഭക്ഷണം അതിൽ ചെന്ന് കിടക്കാണ്. എവിടെ വ്യായാമം, വിശ്രമം എവിടെയാ? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, പ്രത്യേകിച്ച് നോമ്പ് വച്ചിരിക്കുന്നത് പകല് പട്ടി കിടന്നിട്ട് രാത്രി എൻ്റെ ഇരട്ടി കഴിക്കാനില്ല. ഭക്ഷണത്തിൽ മിതവ്യയം ശീലിക്കുക. ഇത് മിതമായിട്ട് ഭക്ഷണം കഴിക്കുക. എന്നും അതെ, എപ്പോഴും അതെ. പ്രവാചക വചനം നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ പ്രവാചകൻ പറഞ്ഞെന്താണ്? 1/3 ഭക്ഷണം, 1/3 വെള്ളം, 1/3 കാലി എന്നാ. അതിന് ആധുനിക ശാസ്ത്രം പറയുന്നത്. ഇപ്പം ചില ക്രിസംഗികളും ഒക്കെ പറയുന്നില്ലേ, ഒരു മാത്യു സാമുവൽ ക്രിസംഗി, പിന്നെ സാജൻ സ്കറിയ, പിന്നെ വിക്ടർ ജോർജ്, 3 ക്രിസംഗികൾ. ആ വിക്ടർ ജോർജ് ഇവരൊക്കെ പറഞ്ഞ് മദ്രസ പഠനമാണ് ഇതെല്ലാം കാരണം. ഏടോ വൃത്തികെട്ടവരെ, ഞാൻ അങ്ങനെ തന്നെ പറയാം, ഞാൻ ടെൻഷൻ പറയാം. എന്താ കാര്യം അറിയുമോ? കേരളത്തിൽ മദ്രസ പഠനത്തിൽ കൂടി പുറത്തു വന്ന കുട്ടികൾ, മനുഷ്യൻ താമസിക്കുന്ന മലപ്പുറം ജില്ലയിൽ എത്ര വൃദ്ധസദനം ഉണ്ടോ? എത്ര വൃദ്ധസദനമുണ്ട്? നിങ്ങൾ മദ്രസ പഠിപ്പിക്കാൻ നിർത്താതെ നിങ്ങളുടെ ജില്ലകളിൽ എത്ര 100 വൃദ്ധസദനമില്ലേ? മലപ്പുറം ജില്ല ഒരൊറ്റ വൃദ്ധസദനമില്ല. ഞാൻ മലപ്പുറം ജില്ലയിൽ പുകഴ്ത്തല്ല, മൂഷികൾ പുകഴ്ത്തല്ല. ഈ നോക്കി വെച്ച് നുണ പറയുമ്പോഴേ എന്തെങ്കിലും സത്യം വേണ്ടേ? ഒരൊറ്റ അനാഥ വൃദ്ധസദനമില്ല മലപ്പുറത്ത്. അനാഥ വന്നിട്ടുണ്ട്, കാരണം വാപ്പ മരിച്ച കുട്ടികൾക്ക് അന്വേഷിക്കാൻ വേണ്ടി അനാഥ വന്നിട്ടുണ്ട്. ഒരു വൃദ്ധസദനവും ഇല്ല. പക്ഷേ നിങ്ങൾ കോട്ടയത്തും പത്തനംതിട്ടയിലും ഇടുക്കിയിലും ട്രിവാൻഡ്രത്തും ഒക്കെ എത്ര, എറണാകുളമൊക്കെ, അപ്പോൾ എന്ത് മദ്രസ വിദ്യാഭ്യാസം കിട്ടാത്തതുകൊണ്ടാണത്? പറയുന്നത് ലോചിക്കണ്ടേ? അത് വേറൊരു മകൻ വിക്ടർ, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, 600ഓളം കുടുംബങ്ങൾ മുനമ്പത്ത് ഇന്ന് വഴിയാധാരമാണ്. ഇവിടെ വല്ലോൻ്റെ ഭൂമി അറിഞ്ഞ് കരുതി കൂട്ടി കൈ കയറിയിട്ട് അത് നഷ്ടപ്പെടുന്നപ്പോൾ സങ്കടപ്പെട്ട് കാര്യമുണ്ടോ? 600 എവിടെയോ 122 കുടുംബം ഉള്ളെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് 6 കോളം ന്യൂസായിട്ട് ഓർത്തോണ്ടത്. 120 കുടുംബം ഉള്ളെന്ന്. ബാക്കിയെല്ലാം കൈ കയറിയ ബിസിനസ്സുകാരാണ്. 1 ലക്ഷം 1.5 ലക്ഷം ഡെയിലി വാടക വിൽക്കുന്ന റിസോർട്ടുകളാണ്. അപ്പം മനസ്സിലായില്ല ആരാണ് ഈ വിക്ടർ ചോദിക്കുക? ആർക്ക് വേണ്ടിയാണ്? ഈ റിസോർട്ടിന് വേണ്ടിയാണ് അവർ വാദിക്കുന്നത്. ഈ 500 ഏക്കർ, ആവറേജ് 500 ഏക്കറിന് 1 കോടി പോലും കിട്ടില്ല അവിടെ സെൻറ്റിന്. അപ്പോൾ 50,000 കോടി രൂപയായി. 50,000 കോടി രൂപ കേരളത്തിലെ ഒരു കൊല്ലത്തെ ബഡ്ജറ്റൊക്കെ കൊള്ളുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് 1000 കോടി മുടക്കി കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ വന്ന് പറഞ്ഞോളും, അങ്ങനെ ചെയ്യും. ഇപ്പോൾ ഒരു ചാനൽ ഒരു ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ് തുടങ്ങിയ ഒരു കള്ളൻ സ്വർണ്ണക്കട നടത്തിയിട്ടെല്ലാം പൊളിഞ്ഞ് ലക്ഷങ്ങൾ വിറ്റാണ്. എന്നിട്ട് അവനെക്കുറിച്ച് വേണ്ടി വാദിക്ക് ചാനൽ വന്നിട്ട് പോകും. അവരങ്ങനെയൊന്നുമില്ല, ഇങ്ങനെയാണെന്ന്. എത്ര രൂപ വാങ്ങിച്ചിട്ടായിരിക്കും? അവരൊക്കെ ഞങ്ങൾ ആരംഭത്തിൽ തന്നെ ചരിത്രം കാണിച്ച് പാവപ്പെട്ട പറ്റിക്കാരൻ വേണ്ടിയാണ്. ലക്ഷം തന്നെ തുടങ്ങാൻ തന്നെ. വേറൊരു സ്വർണ്ണം തുടങ്ങി ഒരു ജന്മം തുടങ്ങി. ആ സ്വർണം തുടങ്ങി ഏതാണ്ട് 5-6 കൊല്ലം കഴിയുമ്പോൾ പുതിയ പേരിട്ട്, ആ പേര് കൂടി ആദ്യം കണ്ടുപിടിച്ച ശേഷമാണ് തുടങ്ങിയത്. ഒരു പേര് മാറി അതിന് പാരലായിട്ട് വേറെ പേര് കക്കാൻ വേണ്ടി, പാവപ്പെട്ട് പറ്റിക്കാൻ വേണ്ടി. അതാണ് അവസ്ഥ. എന്നിട്ട് സമുദായത്തിൻ്റെ പേരിലാണ് അത്. അങ്ങനെ നിങ്ങൾ പറയുന്നല്ലോ സമുദായത്തെ അടിച്ചാക്ഷേപം. അതുപോലെ വേറൊരു സ്ത്രീ നസീമ എന്നിട്ട് പറഞ്ഞൊരു മുസ്ലിം പേരാണ്. അത് മുസ്ലിമായിട്ടൊന്നും ബന്ധമൊന്നുമല്ല. അവർ ആവശ്യമില്ലാതെ ഈ ഹിന്ദു ഗ്രന്ഥങ്ങൾ കുറിക്കുന്ന, ഹിന്ദു പ്രമാണങ്ങൾ വെച്ചോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയാൻ ഗ്രന്ഥങ്ങളുണ്ട്, ഗ്രന്ഥങ്ങൾ നല്ലല്ലോ മതപരമായ ഭഗവത്ഗീത പോലുള്ള പുസ്തകങ്ങൾ അതിനെ വിലയിരുത്തുന്നുണ്ട്. നിങ്ങളത് വിലയിരുത്തേണ്ടത് അത് അവരുടെ വിശ്വാസം അങ്ങോട്ട് പോയിക്കോട്ടെ. നിങ്ങൾ നിങ്ങളുടെ മതത്തെക്കുറിച്ച് പറഞ്ഞോ? ഞാൻ കുറച്ച് നിങ്ങൾ വീക്ഷിക്കുന്നുണ്ട്. ഞാൻ പണ്ട് അക്ബറിനോട് പറഞ്ഞ പോലെ അന്യ മതത്തെ വിമർശിക്കാൻ നിങ്ങൾക്ക് ആര് അവകാശം തന്നു? അത് തെറ്റുണ്ടായിരിക്കാം, നിങ്ങൾ വിശ്വസിക്കേണ്ട.
ആ വിശ്വസിച്ചവർ അത് കണ്ടു കൊടുക്കട്ടെ, തെറ്റായിട്ട് ശരിയായിട്ട് വിശ്വസിച്ചവർ അത് വായിക്കട്ടെ. നിങ്ങൾക്ക് ആക്ഷേപിച്ച് പറയുന്നതും വേണ്ട കേട്ടോ. ആദ്യ അവസാനമായിട്ട് പറയണം. ഞാൻ പണ്ട് ജാമ്യ ടീച്ചർ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ അക്ബറിന് പറഞ്ഞ പോലെ, പിന്നെ മറ്റൊരു നിരീശ്വരവാദിയുണ്ട്, ലോകത്തുള്ള മുഴുവൻ കുഴപ്പം മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞ പോലെ. അവന് ഞാൻ കണക്കിൽ ശരിക്കും കൊടുത്തു. എത്ര കോടി മനുഷ്യരെ കൊന്നു. അതിൽ ഒറ്റ മുസ്ലിം സമുദായം ഇല്ല, മുസ്ലിം രാജാക്കന്മാരും ഇല്ല, മുസ്ലിം രാജ്യങ്ങളും ഇല്ല. പറയുന്ന കൊന്നു മുഴുവൻ കൊല്ലാൻ വേണ്ടി മാത്രം ഖുർആൻ അറിയുന്നതാണ്. ഞങ്ങൾ പറയുന്നത് നമുക്ക് അന്ധമായിട്ട് മുസ്ലിം സമുദായത്തിൽ ഖുർആനെ പുകഴ്ത്തിപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ആൾ പുകഴ്ത്തിയില്ലെങ്കിലും ഖുർആനും പ്രവാചകവചനവും ഒക്കെ നിലനിൽക്കും. എങ്കിലും ഇത് നിരന്തരമായിട്ട് കാണുമ്പോൾ നമ്മൾ എങ്ങനെ പ്രതികരിക്കാതിരിക്കും? അതാണ് അവസ്ഥ. നമ്മൾ പറയുന്ന അതാണ്. അപ്പോൾ കേരളത്തിൽ ആണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും പ്രതിപക്ഷത്തിൻ്റെ കടമ നിർവഹിക്കുന്നില്ല എന്നുള്ളൊരു ഏറ്റവും വലിയ തെളിവായിട്ട് പറയുന്നത് ഇപ്പോൾ രാജസ്ഥാനിൽ കണ്ടില്ലേ, ആ 1.5 വയസ്സുള്ള 1.5 മാസം പ്രായ കുഞ്ഞിനെ ചവിട്ടി കൊന്നിട്ട് ഒരു ചോദ്യമല്ല, ഒരു പ്രതിപക്ഷം അനങ്ങുന്നില്ല, കോൺഗ്രസ് അനങ്ങുന്നില്ല. അങ്ങനെ പല സ്ഥലത്തും നമ്മൾ 20% മുസ്ലിങ്ങളുണ്ട് ഇന്ത്യയിൽ 40% ഈ 20% മുസ്ലിങ്ങളുള്ള വിഭാഗത്തിൽ നിന്ന് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് കൊടുത്തിട്ടുണ്ട്? നിരന്തരം ഇതിനെ പറയാണ്. നിങ്ങളുടെ കസേരയിൽ AICCയുടെ കസേരയിൽ മുസ്ലിം എത്ര മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ എന്തേ അവർ പരിഗണിക്കാത്തത്? അപ്പം നിങ്ങൾ RSSന്റെ പേരും പറഞ്ഞ് RSS കാണിച്ചുകൊണ്ട് നിങ്ങൾ ഭയപ്പെടുത്താണ്. ഒരു കാര്യം ഞങ്ങൾ പറയാം, നിൽക്കക്കള്ളിയില്ലാതെന്നാൽ ഈ സമുദായം ചില തീരുമാനം എടുക്കുക. അന്ന് ഞാൻ പറഞ്ഞു, ഒരു 5 മാസം മുമ്പ് പറഞ്ഞാണ് നിൽക്കുന്നത്. ഇപ്പം ഈ മുസ്ലിം BJPയുടെ സഖ്യം ഉണ്ടാക്കാൻ പിന്നെ അത്ര വടക്കല്ല കിഴക്ക് നമ്പല്ലേ മുസ്ലിങ്ങൾക്ക് അങ്ങനെ വലിയ തെറ്റ് ബാധ്യത പ്രയാസമൊന്നും ഉണ്ടാവില്ല. ഞങ്ങളുടെ 20% വരെ മുസ്ലിങ്ങളും BJPയുടെ ധാരണ എത്തിയാൽ എവിടെ എത്തും? പിന്നെ ഈ കോൺഗ്രസ് ഇവിടുത്തെ മറ്റ് ന്യൂനപക്ഷങ്ങളൊക്കെ പിന്നെ ഇവിടെ BJPക്ക് ആരെയും ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? അപ്പം അങ്ങനെ അറ്റ കൈ പ്രയോഗിക്കാൻ നിങ്ങൾ അവസരം കൊടുക്കരുത്. നിങ്ങൾ ഇതുപോലെ അവഗണിച്ചാൽ കേരളത്തിലെ മുസ്ലിങ്ങളും മറ്റ് ദേശീയ മുസ്ലിങ്ങളെ നിങ്ങൾ പാർട്ടിയിൽ നിന്ന് അവർ വോട്ട് വാങ്ങിയിട്ട് അവഗണിച്ചാൽ അവർ അന്തിമമായി തീരുമാനമെടുക്കും. ശരി, എന്നാൽ പിന്നെ കാര്യം ചെയ്യാം, ഈ പണ്ടായത്തെ വേണ്ട, ഞങ്ങൾ BJPയോട് ധാരണ എത്താൻ പോകണം എന്ന് ധാരണ എത്തിക്കഴിഞ്ഞാൽ ആ BJP അവർ തങ്കത്തളിയിൽ കൊണ്ടെടുക്കും. അത് നിങ്ങൾക്കറിയോ? സുധാകരനറിയാവോ? രാഹുലിനറിയാവോ? പ്രിയങ്കറിയാവോ? അപ്പം അവസാനം കഴിച്ച് ഞാൻ വേഷം കെട്ടെടുക്കരുത്. നമ്മൾ കോൺഗ്രസ് സ്നേഹമുണ്ട്, അന്ന് ഇന്ന് സ്നേഹമുണ്ട്, ആശയത്തോട് യോജിക്കുകയാണ്. പക്ഷെ നിങ്ങൾ നീതി പുലർത്തണം. പണ്ട് വാജ്പേയി ഗുജറാത്ത് സംഭവത്തിൽ മോഡിയോട് എന്താ പറഞ്ഞാൽ, നിങ്ങൾ രാജധർമ്മം നിറവേറ്റുവാണ്. രാജനീതി എന്താണ്? രാജ്യത്തെ എല്ലാവർക്കും തുല്യ അവകാശം, തുല്യമായി പരിഗണിക്കുക. അതിനെ പറഞ്ഞ് നിങ്ങൾ കോൺഗ്രസ് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ തുല്യമായിട്ട് പരിഗണിക്കുക. നിങ്ങൾ ഈ സമുദായത്തിനൊപ്പം തന്നെ മറ്റുള്ളവർ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുമ്പോൾ അല്ല ഈ സമുദായം കൊടുക്കുക. നിങ്ങൾ ചെയ്യുന്നുണ്ടോ? അപ്പം ഇന്ന് കണ്ട് രാജസ്ഥാനിൽ KC വേണുഗോപാൽജി ഇനി 2 വർഷമുള്ളപ്പോഴാണ് അത് അവിടെ നിന്ന് രാജിവെച്ച് ഇവിടെ മത്സരിച്ച് അവിടെ BJPക്ക് സീറ്റ് കൊടുത്ത് രാജസ്ഥാനിൽ ഒരു സീറ്റ് കൂടുതൽ കിട്ടി. എന്നിട്ട് ഇവിടെ വന്ന് മത്സരിച്ച് ഞാൻ ഒരു കാര്യം പറയട്ടെ, അത് കേട്ടോ, BJP ജയശങ്കർ വക്കീലും കേൾക്കാൻ വേണ്ടി പറയാണ്. ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരിച്ചപ്പോൾ അവിടെ BJPയുടെ സ്ഥാനാർത്ഥി വന്ന് മത്സരിച്ച ശോഭാ സുരേന്ദ്രന് 10,000-ലേറെ കുറേ വോട്ട് കിട്ടി. 2 ലക്ഷത്തിൽ താഴെ വോട്ടാണ് KM രാധാകൃഷ്ണൻ പിടിച്ചത്. ഡോക്ടർ KS രാധാകൃഷ്ണൻ എൻ്റെ സ്നേഹിതം കൂടിയാണ്, വളരെ അടുത്ത സുഹൃത്താണ്. അത് കഴിഞ്ഞ് ശോഭാ ഏതാണ്ട് 3 ലക്ഷത്തോളം, അത്ര ഇല്ലെങ്കിലും അവിടെ തന്നെ 1 ലക്ഷം വോട്ട് കൂടുതൽ പിടിച്ചോളും. നിസ്സാര കാര്യമല്ല അത്. നമ്മൾ സത്യമായിട്ട് പറയണം, യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളണം. എന്താണ് സംഭവിച്ചത്? അത് ഈഴ വിഭാഗം BJPയിൽ പോയിട്ടില്ല. അവിടെ സഖാക്കളിൽപ്പെട്ട് ഈഴവർ കുറച്ച് മറിച്ച് വോട്ട് ചെയ്ത്. അപ്പോൾ അവർക്ക് ആർക്ക് വോട്ട് ചെയ്യാൻ പറ്റും? കോൺഗ്രസ് ചെയ്യാൻ പറ്റുമോ? മാർക്സിസ്റ്റ് പാർട്ടിയാണെങ്കിൽ ചെയ്യാൻ പറ്റില്ല. അതൊരു പ്രതിഷേധം കാണിക്കണം. അപ്പം ചെയ്യാവുന്നത് ജയിക്കാൻ സാധ്യതയില്ലാത്തൊരു സ്ഥാനാർത്ഥി വോട്ട് ചെയ്യുക. ജയിക്കാൻ സാധ്യതയുള്ള കൂടുതൽ വോട്ട് കിട്ടി കോൺഗ്രസ് ജയിക്കുകയാണെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി ഭാവിയിൽ ക്ഷീണമല്ല, അത് പറ്റില്ല. എന്നാൽ ജയിക്കില്ല എന്നൊക്കെ വോട്ട് കിട്ടുക, ആ വോട്ട് പാഴാക്കാതിരിക്കാൻ വേണ്ടി അങ്ങോട്ട് ഇട്ടു. അങ്ങനെയാണ് ശോഭാ സുരേന്ദ്രൻ കൂടുതൽ വിടുക. ശോഭാ സുരേന്ദ്രൻ മഹത്വം അല്ലെങ്കിൽ ഈഴവർ മുഴുവൻ BJP പോയതൊന്നുമല്ല.
എന്നിട്ട് ശോഭാ സുരേന്ദ്രൻ മോശം നമ്മൾ വന്നില്ല. സാധാരണഗതിയിൽ BJP സംബന്ധിച്ച് ഇന്നിപ്പോൾ ചെയ്യാവുന്ന ആത്മാർത്ഥമുള്ള ഒരു ലീഡറാണ്. അവർ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കും. അവിടെ ഞാൻ കുറ്റപ്പെടുത്തല്ല. അപ്പോൾ 7 BJP അനുഭാവിയായിട്ടല്ല സഖാക്കളെ അല്ലെങ്കിൽ കോൺഗ്രസ് അല്ലെങ്കിൽ BJPക്കാർ. ഈ ഒരു സാഹചര്യത്തിൽ രാഹുൽ കൊണ്ടുവന്ന് പിന്നെ KC വേണുഗോപാൽ ചെയ്ത ആ ഒരു ധിക്കാരത്തെ അല്ലെങ്കിൽ വിഡ്ഢിത്തരത്തിന് പരിഹാരമായിട്ട് കോൺഗ്രസ്സുകാർ കുറച്ച് പേര് കോൺഗ്രസ്സുകാർ അപ്പോഴും കമ്മ്യൂണിസ്റ്റിലാണ് കൊടുക്കുന്നത്. അത് കോൺഗ്രസ് കൊടുത്ത് BJPക്കാണ്. കാരണം BJP ജയിക്കില്ല, പക്ഷേ വോട്ട് പാഴായി പോയില്ല. അവർ കമ്മ്യൂണിസ്റ്റുകാർ കൊടുത്ത് കോൺഗ്രസ് അല്ല, അതും പിന്നീട് ദൂഷ്യം. അവർക്ക് കൊടുത്ത 3ാം സ്ഥാനത്ത് കൊടുത്തതാണ് BJPയുടെ സ്ഥാനത്ത്. അങ്ങനെയാണ് വോട്ട് 1 ലക്ഷം കൂടുതൽ കിട്ടിയത്. അപ്പോൾ അവിടുത്തെ കോൺഗ്രസ് അനുഭാവികളുടെയും കമ്മ്യൂണിസ്റ്റ് അനുഭാവികളുടെയും വികാരം പ്രകടിപ്പിച്ചത് എങ്ങനെയാണ്? ഈ BJP വോട്ട് ചെയ്ത് പ്രതികാരം കാണിക്കാന്നുള്ള അത് പറയുന്നത് BJP വളർന്നു പോയി. ജയശങ്കർ വക്കീലൊക്കെ എത്ര 1 ലക്ഷം വോട്ട് ഗോൾ പിടിച്ച് ശോഭാ സുരേന്ദ്രൻ. BJP വളർന്നു പോയി കേരളത്തിൽ. നിങ്ങളെന്താ KC വേണുഗോപാൽ പിന്നെ PC ജോർജ് KPCയുടെ BJPയുടെ പ്രസിഡന്റാക്കി വയ്ക്കുന്നേ, സംസ്ഥാന പ്രസിഡന്റാക്കി വയ്ക്കും. മുന്നോട്ട് പോകും. ഒരു കളിക്കട്ട് ശരിക്കുന്ന കുഴപ്പം. ഒരു ന്യൂനപക്ഷമായിരിക്കട്ടെ, ഒരു ക്രിസ്ത്യാനി BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ത് കുഴപ്പം? അയാളുടെ മുഖ്യമന്ത്രിയാക്കി PC ജോർജിനെ. അറിയാമല്ലോ. അപ്പോൾ BJP 50% പേര് പുറത്തേക്ക് പോകും. ഇവിടെ വോട്ട് മറിച്ച് ചെയ്തപോലെ അവർ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് വോട്ട് ചെയ്യും. ഇവിടേക്കാണ് സംഗതി. എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? ഈ ഒരു കാര്യം പറയാനുള്ളത്, ഈ ജനിച്ച നാട്ടിൽ ജന്മനാട്, ആ ജന്മനാട്ടിൽ ഇത് ഒഴിഞ്ഞു പോകണം എന്ന് ട്രംപ് പറയുമ്പോഴേ അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാരും എന്ത് ന്യായമാണ്? ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് എന്നോട് മാറിപ്പോകണം എന്ന് പറയുമ്പോഴേ അത് എന്താണ് അതിൽ ലോജിക്കുള്ളത്? എന്താണ് അതിൽ ഒരു തത്വമുള്ളത്? അത് ധിക്കാരല്ലേ? ആ ട്രംപിനെ നമുക്ക് പുകഴ്ത്താൻ പറ്റുമോ? ഇപ്പോൾ ട്രംപിന് ഇന്ന് വേണ്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയേ ഇല്ലെന്ന് അമേരിക്കയിൽ. വിദ്യാഭ്യാസ മന്ത്രിയേ ഇല്ല, ഡിപ്പാർട്ട്മെന്റ് ഇല്ല, വേറെ എവിടെയെന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ കേന്ദ്ര ഗവൺമെന്റിനോട് ഞങ്ങൾ അങ്ങോട്ട് സങ്കടപ്പെട്ട് പറയാണ്, ഒരു വൃത്തികേടായിപ്പോയത്. കാരണം ലോകം അറിയിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ ഒരു ദിവസം ചോദിച്ചാൽ ഒരു 200 കോളെങ്കിലും പോകുന്നുണ്ട്. വരുന്ന കോൾ അത്ര ഒന്നും അല്ല, കോളിലൊക്കെ ഉണ്ട്. 200 കോളെങ്കിലും ബുക്കാറും പോകുന്നുണ്ട്. 200 ഓരോ കോൾ വിളിക്കുവാൻ 1/2 മിനിറ്റോളം. ഇപ്പം പരസ്യം മൂന്ന് പ്രാവശ്യമാക്കി. അല്ല 1 മിനിറ്റ് കൂടുതൽ ഇപ്പോൾ കേട്ടിട്ട് അതൊരു അപശബ്ദമാണ്. നല്ലൊരു ആസ്വാദിക്കാൻ പറ്റിയ സ്ത്രീ ശബ്ദമോ അല്ലെങ്കിൽ നല്ലൊരു കലാപരമായ ശബ്ദം, ഇതൊരു പാറയിൽ ചേർന്ന് ഒരു ആസ്വദിക്കാൻ പറ്റാത്ത ഒരു അപശബ്ദമാണ് നിരന്തരമായിട്ട് കിടക്കുന്നത്. എന്നിട്ട് ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുക്കുന്നത്. ഈ ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുക്കുന്നതും ആഭ്യന്തര മന്ത്രാലയം നമ്മൾ അംഗീകരിക്കുകയാണ്. പക്ഷെ അതെന്താണ്? ഒന്നുകിൽ ഒരാഴ്ച അല്ലെങ്കിൽ ഏതെങ്കിലും ആദ്യം ഫോൺ എടുക്കുന്ന ഒരു പ്രാവശ്യം, അങ്ങനെ സംവിധാനം നിർത്തുന്നത്. ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ മാസങ്ങളായി ഈ കേട്ടിട്ട് മടുത്തത്. ചിലപ്പോൾ ഫോൺ തല്ലിപ്പൊളിച്ചെളുന്നുണ്ട്. കാശ് കൊടുത്ത് ഫോണൊക്കെ തല്ലിപ്പൊളിക്കും. പറഞ്ഞതിന്റെ 3-4 പ്രാവശ്യം ഒരു വൃത്തിയിട്ട ഭാഷയിൽ ഒരു സ്ത്രീ ശബ്ദമാണ് നമുക്ക് കേട്ടിരിക്കാൻ. അതിപ്പോൾ റെയിൽവേയിൽ അനൗൺസ് ചെയ്ത പോലെ, അല്ലെങ്കിൽ ഒരു കലാകാരനെ പോലുള്ള ഭാഷയാണെങ്കിൽ നമുക്ക് കേട്ടിരിക്കാം. ഇത് ഒരു വൃത്തിയുടെ ശബ്ദത്തിലും പറഞ്ഞ. അത് ദയവ് ചെയ്ത് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഇത് കേൾക്കുന്ന ആൾക്കാർ പറയാണ്, ഇനിയെങ്കിലും നിർത്തത്. അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം, ദിവസത്തിൽ ആദ്യം എപ്പോൾ എടുക്കുന്നു അപ്പം ചെയ്യാം. ആ സംവിധാനം ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. അത് ഓണേഴ്സ് നല്ലതാണ്, തെറ്റില്ല. ഇത് നിരന്തരമായിട്ട് ഇങ്ങനെ നമ്മൾ 200 കോൾ വേണമെങ്കിൽ 200 വന്ന് 600 ടൈം വരും. 3 വെച്ചപ്പോൾ പറഞ്ഞതിന് വീണ്ടും 3 പ്രാവശ്യമൊക്കെ ഉണ്ട്. അത് ദയവ് ചെയ്തൊന്ന് ഇറക്കണം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, കോൺഗ്രസ്സുകാർ, നിങ്ങൾ രാഹുൽ ഗാന്ധി, നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് പ്രവർത്തനം നടത്തിയില്ലെങ്കിൽ അത് അപകടത്തിലാവും. അത് മനസ്സിലാക്കി ചെയ്യണമെന്ന് വിനീതമായി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ. നിങ്ങൾക്ക് 1000 നന്ദി.